സൗദി GCC രാജ്യങ്ങൾ, സൗദി, ഖത്തർ, കുവൈത്ത്, പിന്നെ മിഡിൽ ഈസ്റ്റ്, നമ്മുടെ UAE, ഇങ്ങനത്തെ ഈ രാജ്യങ്ങളിലേക്ക് ടീച്ചർ സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അതിന്റെ സാഹചര്യം ടീച്ചർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇസ്ലാമിസ്റ്റ് ആണ് കുറച്ച് നേരത്തേക്ക്. അപ്പോ ആ രാജ്യങ്ങളിലെ ആളുകൾക്ക് ജീവിക്കുന്ന പ്രൗഢ ഗംഭീരമായ ജീവിതത്തെ കുറിച്ച് ടീച്ചർ കണ്ടിട്ടുണ്ടോ? കാറിന് കാറ്, വണ്ടിക്ക് വണ്ടി, പൈസക്ക് പൈസ, പിന്നെ എല്ലാം കൊണ്ടും, പിന്നെ രാജ്യങ്ങളുടെ സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ആ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ, ഇതിപ്പം നമ്മുടെ രാജ്യമാണല്ലോ, ഞങ്ങളുടെ രാജ്യമാണത്, അതൊക്കെ ഇരിക്കണം. ഇനി ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരു പാവങ്ങളാണ്, ദരിദ്രരാണ്, ഓക്കെ, സാമ്പത്തികമായിട്ട് ഒട്ടും പിന്നാക്കായിരിക്കുന്ന രാജ്യങ്ങളില. അപ്പൊ ഞങ്ങള് ശ്രമഫലമായിട്ട് ഇന്ത്യയെ ഈ GCC രാജ്യങ്ങളെ പോലെ പ്രൗഢ ഗംഭീരമായിട്ടുള്ള രാജ്യമാക്കി മാറ്റുന്നതിനുള്ള അസൂയല്ല ടീച്ചറുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഒന്ന് വരട്ടാവോ? ഹലോ ഹലോ ഓക്കെ. അപ്പോ ഈ ഇസ്ലാമിസ്റ്റ് പറയുന്നത് GCC കൺട്രികളിലെ പോലെ നമ്മുടെ ഇന്ത്യയിലെ ഇസ്ലാമിക വിശ്വാസികൾ വളരെ സുന്ദരമായി അവരുടെ ലൈഫ് ആസ്വദിക്കുന്നതിലെ സാധാരണ സ്ത്രീ സഹജമായിട്ടുള്ള ഒരു അസൂയയല്ലേ എനിക്ക് എന്നാണല്ലേ? അതാണോ ചോദ്യം? കേട്ടില്ല. അതായത് ഗൾഫ് കൺട്രികളിലെ അറബികളും കേൾക്കുന്നുണ്ടോ? ടീച്ചറെ, ഞാൻ ചോദിച്ച ചോദ്യം കേട്ടിട്ടായിരുന്നോ? അല്ല, ഞാൻ പറഞ്ഞത് തന്നെയാണോ ചോദ്യം? ഞാൻ പറഞ്ഞതാണോ ചോദ്യം? ഹലോ, കേൾക്കുന്നുണ്ടോ? അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങള് വലിയ രൂപത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, എനിക്ക് അവിടെയൊന്നും സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ല. ഭാഗ്യമില്ലാത്തത് കൊണ്ടൊന്നുമല്ല, ഇപ്പോഴും എനിക്ക് പോകാം. പക്ഷേ ഇവന്മാർ ചിലപ്പോൾ തലയില്ലെങ്കിൽ കാണാൻ വലിയ സൗന്ദര്യമൊന്നും ഉണ്ടാവത്തില്ലല്ലോ, അതുകൊണ്ടേ പോകാത്തെ. അപ്പോൾ അവർ വളരെ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, ശരിയാണ്. പിന്നെ അസൂയപ്പെടാതിരിക്കൂ. നമുക്ക് കിട്ടാത്ത മുന്തിരി പിന്നെ പുളിക്കത്തില്ലേ? UAE, സൗദി അറേബ്യ, ഖത്തർ വലിയ രൂപത്തിൽ ആധുനികവൽക്കരണം നടക്കുന്നു. അവിടെയൊക്കെയുള്ള സ്ത്രീകളാണെങ്കിലും നല്ല രൂപത്തിൽ ഉയർന്ന വരുമാനമുള്ളവരാണ്. വിദേശികള്, പ്രവാസികളിലെ വലിയ ഒരു വിഭാഗം ആളുകൾ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് തുല്യമായിട്ടുള്ള ആഡംബര ജീവിതം നയിക്കുന്നു. ക്ലബ്ബുകള്, അതുപോലെ പിന്നെ വലിയ രൂപത്തിലുള്ള റെസ്റ്റോറൻറ്റുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതേ രൂപത്തിലുള്ള ലൈഫ് ഇന്ന് ഇന്ത്യയിലുമുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ ഇന്ത്യയിൽ പിന്നെ മിനി സ്വീഡൻ ഉണ്ട്, അതുപോലെ മിനി സ്വിറ്റ്സർലാൻഡ് ഉണ്ട്, കാശ്മീർ ഉണ്ട്, മിനി കാശ്മീർ ഉണ്ട്. നമ്മുടെ രാജ്യത്തും വളരെ അതുപോലെയൊക്കെ തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഒരു പക്ഷേ ആ രാജ്യങ്ങളെ ഒക്കെക്കാൾ സൗന്ദര്യവും സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ളത് നമ്മുടെ രാജ്യത്താണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ രാജ്യങ്ങളിലെ വലിയ ഒരു വിഭാഗം നേതാക്കളും പണ്ഡിതന്മാരും പൊതുവേദികളിൽ ഈ നിഗൂഢമായിട്ടുള്ള യാഥാസ്ഥിതിക നിലപാടുകൾ സ്വീകരിക്കുന്നു, പ്രസംഗിക്കും. അവരുടെ സ്വകാര്യ ജീവിതം തികച്ചും ആധുനികവുമായിരിക്കും. മക്കൾ വിദേശത്ത് പഠിക്കും, മക്കൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കും, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കോച്ചിങ് സെൻ്ററുകളിടും, എന്നിട്ട് പാശ്ചാത്യ രീതിയിലുള്ള വേഷങ്ങൾ ധരിക്കും, ആഡംബര കാറുകളിൽ സഞ്ചരിക്കും. അപ്പം പ്രവാചകന്റെ പട്ടിണിയെക്കുറിച്ച് പറയാൻ പോലും ഇവർ വരുന്നത് ഓടിയില്ല. അപ്പൊ ഇവിടെ ഇതൊക്കെ പരസ്യമായിട്ടുള്ള രഹസ്യങ്ങളാണ്. മിഡിൽ ഈസ്റ്റില് പണമുള്ള ആളുകൾക്ക് എന്ത് ആഡംബരവും അനുഭവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പാവപ്പെട്ട പ്രവാസികൾക്ക് ഈ ജീവിതം അപ്രാപ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇന്ന്
ഏതൊരാളേക്കാൾ ഏറെ സന്തോഷത്തോടുകൂടി ആർഭാടത്തോടുകൂടി ജീവിക്കുന്ന വിഭാഗമാണ് ഈ പ്രവാസികൾ. കാരണം പണം കൊണ്ടിട്ട് കളിക്കുവാണ് അവർ. അവരുടെയൊക്കെ വീടുകൾ കണ്ടിട്ടില്ലേ? എന്തൊരമ്പരചുംബികളായിട്ടുള്ള കൊട്ടാര സൗധങ്ങൾ, വലിയ രൂപത്തിലുള്ള കാറും ആർഭാടവും ഒക്കെയുള്ള ജീവിതം തന്നെയാണ്. ഇവിടെ മതപരമായിട്ട് ഇത്തരം പുരോഹിതന്മാരൊക്കെ പ്രസംഗിക്കുന്നത് നമുക്ക് മാത്രമാണ് ബാധകമാകുന്നത്. സമ്പത്തുള്ള ആളുകൾക്ക് ഇതൊന്നും ബാധകമേ അല്ല. മമ്മൂട്ടിയെ ഇവർ മതം പറഞ്ഞു പഠിപ്പിക്കാൻ പോകുക. എപ്പോഴെങ്കിലും മമ്മൂട്ടിയുടെ ഭാര്യ ആ തുണി തലയിലിട്ടെങ്കിലും നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ എതിർക്കുന്നതോ വിമർശിക്കുന്നതോ ഒന്നുമല്ല. ദുൽഖർ സൽമാൻ അവര് വളർത്തുന്ന ഒരു ഡോഗുമായിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എതിർക്കുവോ വിമർശിക്കുവോ? ഇല്ല. അതേപോലും ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി കാലിൽ ചിലങ്ക കെട്ടിയപ്പോൾ പള്ളിയിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ചു. ഈ മതനിയമമാർക്ക് വേണ്ടിയുള്ളതാ? സാധാരണക്കാരനുള്ളതാ? അത് എല്ലായിടത്തും അതെ. അപ്പൊ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ പുരോഗമിക്കുന്നത് പോലെ നമ്മുടെ രാജ്യവും വളർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ വികസനം വളരെ അത്ഭുതാവഹമായ രൂപത്തിലാണ് നമ്മൾ നോക്കിക്കാണുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഭരണാധികാരികൾ ഇപ്പോൾ ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ ശ്രമിക്കുന്നത് വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു മുഖമാണ്. അത് ടൂറിസത്തെയും നിക്ഷേപത്തെയും ഒക്കെ ആകർഷിക്കാനും അവരുടെ രാജ്യത്തിന്റെ വികസനത്തിനും ഈ സ്വാതന്ത്ര്യം അവർ എല്ലാവർക്കും നൽകുന്നുണ്ടോ എന്നത് വലിയൊരു ചോദ്യമാണ്. ഇപ്പൊ മിഡിൽ ഈസ്റ്റുകാർക്ക് പണമുണ്ടെങ്കിൽ അവർക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം. നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമുക്കും അടിപൊളിയായിട്ട് ജീവിക്കാം. മതപരമായിട്ടുള്ള ചട്ടക്കൂടുകൾ പാവങ്ങൾക്കുള്ളതാ ഈ ചട്ടക്കൂട്. അതല്ലാതെ പണക്കാരന്റെ മക്കൾ ഇപ്പൊ വെറുതെ മക്കനെയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ സാധാരണക്കാരെ മതത്തിൽ ഇങ്ങനെ തളച്ചിട്ടുകൊണ്ടിരിക്കുവാണ്, അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഭരണാധികാരികളും സമ്പന്നരും ആധുനികതയുടെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നു. അത് നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോ മതപുരോഹിതന്മാർ, രാഷ്ട്രീയ പ്രമുഖർ, ഇവരുടെയൊക്കെ വേഷം എന്താ? ഇവരൊക്കെ എന്തൊക്കെയാണ് ചെയ്തു? അവരൊരു സിനിമയ്ക്ക് പോയ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അവർക്ക് എത്ര സിനിമാ തിയേറ്ററുകളുണ്ട്? ഒരു കുഴപ്പമില്ല. അപ്പൊ സാധാരണക്കാരന്റെ ജീവിതവും പണക്കാരന്റെ ജീവിതവും തമ്മിൽ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ ശ്രമിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പണമുണ്ടെങ്കിൽ ആ ഗൾഫിലുള്ള അറബികൾ ജീവിക്കുന്നത് പോലെയുള്ള ജീവിതം ഇവിടെയും ജീവിക്കാൻ പറ്റും. ഇവിടെ ജീവിച്ച് കാണിച്ചു തരുന്ന ആളുകൾ ഉണ്ടെമ്പാടും. നമ്മൾ വിചാരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പണം ഇരിക്കുന്നത് ആരുടെ കയ്യിലാണ്? മുസ്ലിങ്ങളുടെ കയ്യിലാണ്. കാരണം അവർക്ക് എന്ത് ചെയ്യാനും ധൈര്യമുണ്ട്. അവർ ധൈര്യത്തോടു കൂടി ഇറങ്ങിത്തിരിക്കുവാണ് പണം ഉണ്ടാക്കാൻ. ബിസിനസ്സിൽ പണം മുടക്കണോ അവർ തയ്യാറാ. അവർക്ക് ഭയമില്ല. അസൂയാണ് ടീച്ചർക്ക് അല്ലേ? കിട്ടാത്ത മുന്തിരി പുളിക്കില്ലേ? നിങ്ങൾ അങ്ങനെ സുഖമായിട്ട് യൂറോപ്യന്മാരെയൊക്കെ നോക്കി ബിക്കിനിയൊക്കെ ഇട്ട് നടക്കുമ്പോഴത്തേക്കിന് നമുക്കും ആഗ്രഹമില്ലേപ്പാ? മനുഷ്യനല്ലേ, ഒരു ജീവിതമല്ലേ ഉള്ളൂ. മാഡം ഉണ്ടോ? ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടോ? വിജയ് രാജ് ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ താഴെ പോയി കഴിഞ്ഞ് ഞാൻ അടുത്ത ചോദ്യം ചോദിക്കേണ്ടി വരും. താഴെ പോയോ? കുറെ നേരം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ മുകളിൽ ഇരിക്കുന്ന, ഞാൻ ഇതിന്റെ അധ്യക്ഷനായിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചത്. കുറച്ചേരം ഉണ്ടായിരുന്നു. താഴെ പോയതാ. ഓക്കെ, ചോദ്യം ഉണ്ടോ? ഒരു താഴെ ഒരു ചോദ്യം ചോദിച്ചിരുന്നത് ഞാനൊന്ന് വായിക്കാം. ചോദ്യം സ്പേസ് ചോദിച്ച ചോദ്യമാണ്. ലോകത്തിലെ വിവിധ മേഖലകളിലെ വിവിധ സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രങ്ങൾ ഉള്ള ജനതകൾ ഈ മതം ബാധിച്ചാൽ പേപ്പട്ടി സ്വഭാവമാവുമെന്ന് ഇതൊരു മാനസിക സാംക്രമിക വൈറസ് മാത്രമല്ലേ? ഒറ്റ ആന്റിവൈറസ് ഷോട്ട് മാത്രം മതിയാവില്ലേ? ഇതിനുള്ള മാർഗങ്ങൾ എങ്ങനെ സ്വീകരിക്കാം? ടീച്ചർ കേട്ടായിരുന്നോ? ഇതേ വേറൊരു പ്രശ്നമുണ്ട്. അതായത് മതത്തിനെ ഈ വൈറസ്, ഇത് വൈറസ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ആന്റിവൈറസ് ഇല്ല. എല്ലാ സാംക്രമിക രോഗങ്ങൾക്കും മരുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു മരുന്നില്ല. ഈ ഏത് രാജ്യത്തെയും ഇസ്ലാം എന്ന മതം ബാധിക്കുമ്പോൾ അവരും ഇതുപോലെ തന്നെയായി മാറും. ഇന്ന് UK ഒക്കെ കണ്ടില്ലേ?
അപ്പോൾ ഈ വികസ്വര രാജ്യങ്ങളിലേക്ക് ഇത്തരം അഭയാർത്ഥികളായിട്ട് ഇവർ ചെന്ന് കയറുമ്പോൾ അവിടെയും ശരിക്കു പറഞ്ഞാൽ മലിനമാകുവാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇന്ന് സ്വീഡനിൽ കാണുന്നത്. പല രാജ്യങ്ങളിലും യൂറോപ്യന്മാരൊക്കെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ. ഇപ്പോൾ 2.5 ലക്ഷം പെൺകുട്ടികളെയാണ് ഗ്രൂമിംഗ് ഗാങ്ങിലൂടെ UK യുവാക്കൾ അകപ്പെടുത്തിയിരിക്കുന്നത്. എന്തു മനസ്സിലായി? ലവ് ജിഹാദിലൂടെ, സെക്സ് ജിഹാദിലൂടെ വീഡിയോകൾ കാണിച്ചിട്ട്, ന്യൂഡായിട്ടുള്ള ചിത്രങ്ങൾ കാണിച്ചിട്ട് അവരെയൊക്കെ അകപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്തു മരുന്നാണ് ഇവർക്ക് പ്രയോഗിക്കുക? പൊതുനിരത്തുകൾ കൈയടക്കി അവിടെ മുസല്ലയിട്ട് നമസ്കരിക്കുന്നു, എയർപോർട്ടുകളിൽ നമസ്കരിക്കുന്നു, അതുപോലെ ഫ്ലൈറ്റിനകത്ത് നമസ്കരിക്കുന്നു. എന്തു മാർഗമാണ് സ്വീകരിക്കുന്നത്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കലാലയങ്ങളിൽ ബാനർ മുഴക്കി പഠിക്കുന്ന കുട്ടികളെ കൂടി ശല്യം ചെയ്ത് അവിടെയും അല്ലാഹു അക്ബർ കൊണ്ടുവരുന്നു. എന്ത് ചെയ്യും? മതം ഏതു ഭരണകൂടത്തിൻ്റെയും വികസന അജണ്ടയുടെ ഭാഗമാകുമ്പോൾ അത് ആ വികസനത്തെ മലിനമാക്കുകയുള്ളൂ, ആ രാജ്യത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തത്തേയുള്ളൂ. ഇപ്പോൾ നിപ്പ വൈറസിന് മരുന്നുണ്ടാകാം, കൊറോണ വൈറസിന് മരുന്നുണ്ടാകാം. ഇസ്ലാം എന്ന വൈറസിന് 6-ാം നൂറ്റാണ്ട് മുതൽ ഇന്നുവരെ 1400 കൊല്ലങ്ങളായിട്ട് മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇത് വൈറസ് ആണ് എന്ന് കണ്ടുപിടിച്ചവരെ ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് നവീകരണം നമുക്കൊന്ന് നോക്കാം. ശാസ്ത്രീയമായ വളർച്ച, സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കണം, യുക്തിഭദ്രമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. മതപരമായ കർക്കശതകൾ ഭരണതലത്തിൽ വരുമ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയുകയും ആചാരങ്ങൾക്കോ പഴഞ്ചൻ നിയമങ്ങൾക്കോ സാധുതകൾ ലഭിക്കാതാകുകയും വരണം. ഇത് വികസനത്തെ തകർക്കുമെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ വഖഫ് ബോർഡ് നമ്മുടെ നാട്ടിലുള്ള നിയമം. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്? രാജ്യത്തിൻ്റെ 1/3 ഭാഗം അവരുടെ കയ്യിലാണ്. രാജ്യം തകരുന്നത് കണ്ടോ? നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തെ അത് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മതം വേഗത്തിൽ വളരുന്നു, മതത്തിൻ്റെ ഐഡിയോളജി വളരുന്നു. മതത്തിനു വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല, ഹലാൽ ബാങ്കു വരെ, ഹലാൽ മഞ്ഞപ്പൊടിയും ഹലാൽ കോണ്ടവും വരുന്നു. അപ്പോൾ ഇത് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയെ ഏതൊക്കെ രൂപത്തിൽ പരിമിതപ്പെടുത്തുന്നു നോക്ക്. ഈ വൈറസിനെ എന്ത് മരുന്നാ കൊടുക്കുക? വികസനത്തിന് ആദ്യം വേണ്ടത് വിമർശനാത്മകമായിട്ടുള്ള ഒരു ചിന്തയാണ്. അതായത് എന്തിനേയും ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, എന്തിനേയും എതിർക്കാൻ, എന്തിനേയും വിമർശിക്കാൻ, അതിനനുകൂലമായിട്ടാണെങ്കിലും പ്രതികൂലമായിട്ടാണെങ്കിലും നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ. മതപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉള്ളിടത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പലപ്പോഴും വിലക്കപ്പെടുന്നു. ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അള്ളാഹു പണ്ടേ ഉള്ളവനാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ സൃഷ്ടിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി. നബി സാധാരണ ഒരു മനുഷ്യൻ ചെയ്യാൻ പാടുള്ളതാണോ ചെയ്തത് എന്ന് ചോദിച്ചാൽ നമ്മൾ മതത്തിൽ നിന്നും പുറത്തുപോയി. ഇത് ഗവേഷണങ്ങളെയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെയും അന്വേഷണത്വര അഥവാ നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്, അതിനെയൊക്കെ ബാധിക്കുന്നു. മതം ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാനമായി മാറുമ്പോൾ ആ മതത്തിൽ പെടാത്തവരെയും വിഭിന്ന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെയും ഇല്ലാതാക്കാനും അവരെ പുറന്തള്ളാനും ഇവർ പെറ്റുപെരുകാനുമുള്ള പ്രവണത കൂടും. അതുവഴി ഇവർ മാത്രം കോർണർവൽക്കരിക്കപ്പെടും. ഇവർ മാത്രം ഒരു തൂണിൻ്റെ കീഴിൽ, ഒരു കുടക്കീഴിൽ ഒരുമിച്ചാകും. അങ്ങനെ വിഭജനം വളരെ വേഗത്തിൽ സാധ്യമാകും. ആഭ്യന്തര കലഹങ്ങളിലേക്കും സാമൂഹിക അസ്ഥിരതകളിലേക്കും ഇതിനെ കൊണ്ടുവന്നെത്തിക്കും. ഇത് വികസനത്തെ തടസ്സപ്പെടുത്തില്ലേ? എന്ത് ആന്റിവൈറസ് ആണ് ഇതിന് പ്രയോഗിക്കുക? എത്ര വാക്സിനേഷനാണ് പ്രയോഗിക്കുക? ആരുടെ മൂലത്തിലാണ് കൊണ്ടുപോയി കുത്തിവെക്കുന്നത്? അപ്പോൾ ഇത് വലിയ കമ്പനിയും നിക്ഷേപം നടത്തുന്നത് സ്ഥിരതയും സ്വാതന്ത്ര്യവും നിയമവാഴ്ചയുമുള്ള ഒരു സ്ഥലത്തായിരിക്കും. മതപരമായ തീവ്രതയോ ഭരണകൂട ഇടപെടലുകളോ ഉള്ള ഒരു രാജ്യത്തേക്ക് അന്താരാഷ്ട്ര നിക്ഷേപങ്ങളുമായിട്ട്, വിദേശ ടൂറുമായിട്ട് ആരെങ്കിലും വരുമോ? വരില്ല. അപ്പം മതപരമായിട്ടുള്ള അടിച്ചമർത്തലുകൾ ഉള്ള രാജ്യത്ത് എല്ലാ കഴിവുകളും ബുദ്ധിജീവികളും യുവാക്കളും പാശ്ചാത്യ രാജ്യങ്ങളിലേക്കോ വികസിത രാജ്യങ്ങളിലേക്കോ കുടിയേറും. കാരണം അവർക്ക് വേണ്ടത് എന്താണ്? ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയും. ഇത് ആ രാജ്യത്തിൻ്റെ ഭാവിയെ കൂടുതൽ ബാധിക്കും. വികസനം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന അമ്പരചുംബികളായിട്ടുള്ള കൊട്ടാരങ്ങളല്ല, വലിയ രൂപത്തിലുള്ള പാലങ്ങളോ റോഡോ ഒന്നുമല്ല. ഒരു മനുഷ്യൻ
പിന്നെ പൊക്കിള് കാണിച്ചിട്ട് മാറിന്റെ പകുതി കാണിച്ചിട്ട് നടക്കുന്നതല്ല പുരോഗതിയും വികസനവും ഒന്നും. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അല്ല, ഓരോ പൗരനും ആ രാജ്യത്ത് ലഭിക്കുന്ന സ്വാതന്ത്ര്യം മതത്തിന്റെ പേരിൽ പൗരന്മാരുടെ വേഷത്തെ, അവരുടെ ചിന്തയെ, അവരുടെ ബുദ്ധിവികാസത്തെ, അന്വേഷണ ത്വരയെ നിയന്ത്രിക്കുമ്പോൾ അവിടെയുള്ള സ്വാതന്ത്ര്യം മലിനമാക്കപ്പെടും. അവസാനം അത് രാജ്യം മുഴുവനും സാമ്പത്തികമായും സാമൂഹികമായും തകർച്ചയിലേക്ക് പോകും. അപ്പോൾ മതപരമായിട്ടുള്ള നിയമങ്ങളാണോ നമുക്ക് വേണ്ടത്, അതോ മാറ്റത്തിരുത്തലുകൾക്ക് അതീതമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാടാണോ വേണ്ടത്? ഒരു രാജ്യത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാൻ മാറ്റമില്ലാത്ത മതത്തിന്റെ നിയമങ്ങൾ നമുക്ക് അനിവാര്യമാണോ എന്നത് ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ്. അങ്ങനെയാണ് ഒരു രാജ്യത്ത് മാറ്റം സാധ്യമാക്കേണ്ടത്. സുബ്രു, നമ്മുടെ സമയം ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ടല്ലേ? ഓൾമോസ്റ്റ് സമയം കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ടീച്ചറിന് സമയം ഉണ്ടെങ്കിൽ വേണം ഒരു ചോദ്യം കൊണ്ട് എടുക്കാം, ആരുടെയെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ. ഞാൻ ഏതായാലും ചോദിക്കുന്നില്ല. ഇനി ഉണ്ടോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫൈനൽ ക്വസ്റ്റ്യൻ? ഇന്നത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ. ഇന്നലെ ഈ സമയമായപ്പോ ഇവിടെ ഇടിച്ചു കയറ്റവും ചോദ്യം ചോദിയിലായിരുന്നല്ലോ. ചോദ്യം തീരാത്ത അവസ്ഥയായിരുന്നു. ഇന്നെന്താ ചോദ്യം ഒന്നുമില്ലേ? വാക്കിന് എന്നോട് എന്തെങ്കിലും ഓക്കെ, എന്തെങ്കിലും ഒരു വൈരാഗ്യം, വാക്കിന് എന്നോട് എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടോ? കേൾക്കാമോ? വാക്കിന് എന്നോട് എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടോ? കേട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സമയം ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ സുപ്രു? ഞാൻ നേരത്തെ ടീച്ചർ പറഞ്ഞ് കേട്ടില്ലായിരുന്നു. അല്ല, വാക്കിന് എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോന്ന് ഞാൻ ചോദിച്ചു. എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടോ? കാരണം ചോദ്യം ഉണ്ടോ എന്ന് ചോദിച്ച പാവങ്ങളെ പിടിച്ച് കുത്തി ഇളക്കുന്നേ. ഞങ്ങൾ ശ്രമിക്കുന്നത് സൗദി അറേബ്യ GCC പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് സമ്മതിക്കാത്തതിലുള്ള വൈരാഗ്യം ടീച്ചറെ, അത് വിട്ടില്ല. ഉന്നാലെ മുടിയാതെ തമ്പി. അതെ, നമുക്ക് സമയമുണ്ടല്ലോ, പതുക്കെ ചെയ്യാം. അപ്പോ എല്ലാ ദിവസവും ഇവിടെ വന്ന് നമ്മുടെ കൂടെ എല്ലാവരുടെ കൂടെയും ഇരിക്കുകയും നമ്മുടെ എല്ലാം ചോദ്യങ്ങൾക്കും സ്നേഹത്തോടെ ഉള്ളതും കൊടുക്കാനുള്ളതും എല്ലാത്തിനും കൃത്യമായി ഉത്തരം തരികയും ഇത്രയും ആൾക്കാർക്ക് ഈ പറയുന്ന മതമെന്ന പേരിൽ കാട്ടിക്കൂട്ടപ്പെടുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തികളെ തുറന്നു കാണിക്കുകയും ചെയ്യുന്ന ടീച്ചറിന് ഒത്തിരി നന്ദിയും ഞങ്ങളുടെ മനസ്സിൽ നിന്നുള്ള സന്തോഷവും. ഇനിയും അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ പരിപാടി ഇവിടെ 7 മണി മുതൽ 9 മണി വരെ നടക്കുന്നതാണ്. ടീച്ചർ വരികയും ഓരോ ദിവസവും ഏതു തരവും എങ്ങനെയുള്ള ചോദ്യങ്ങളും കൃത്യമായി ഫേസ് ചെയ്യും, അതെല്ലാം സിക്സർ അടിച്ച് ഹിറ്റാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ വരിക, ചോദ്യങ്ങൾ ചോദിക്കുക. ഈ ചോദ്യം ചോദിക്കാനുള്ളവർ വരിയായി വന്ന് നേരത്തെ തന്നെ ചോദ്യങ്ങൾ ഇന്നാളെ തൊട്ട് ചോദിക്കേണ്ടതാണ്. അപ്പോൾ ടീച്ചറിന്റെ അടുത്ത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു വലിയ നന്ദി അറിയിക്കുന്നു. തന്ന പൈസക്ക് മൊത്തം ആയില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ശരിയെന്നാ എല്ലാവരും. നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത് പാഞ്ചജന്യം എന്ന് പറയുന്ന ആ ക്ലബ് ഹൗസ് റൂമിലാണ്. നമ്മൾ ജനാധിപത്യപരമായിട്ട് എല്ലാവർക്കും അവസരങ്ങൾ നൽകുന്നു, ചോദ്യം ചോദിക്കാനും അഭിപ്രായങ്ങൾ പറയാനും വിമർശിക്കാനും ഒക്കെ. ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങളും കുറച്ച് സമയവും ഒക്കെ ദീർഘിപ്പിച്ചു കൊടുക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കാറ്. കാരണം എതിരഭിപ്രായങ്ങളിലെ സഹിഷ്ണുതയാണ് ഞങ്ങൾ ഏറ്റവും മുഖമുദ്രയായിട്ട് കാണുന്നത്. ഇതിനകത്തൊരു രാഷ്ട്രീയമോ ഏതെങ്കിലും ഒരു മതത്തോടുള്ള വൈരമോ ഇല്ല. രാജ്യത്തിൻ്റെ വികസനം, രാജ്യത്തിൻ്റെ പുരോഗതി, നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടുകൂടി യോജിച്ച് സഹവർത്തിത്വത്തോടുകൂടി പണ്ടത്തെ പോലെ തന്നെ പോകാൻ സാധിക്കണം. അങ്ങനെ ഒരു സാഹചര്യം സംജാതമാകുന്നതിന് വേണ്ടിയുള്ള ഭാഗവാക്കാകാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. സന്തോഷം. ശുഭരാത്രി.